ഹായ് ഗായ്സ്, അപ്പോൾ ഇന്ന് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള മത്തി അല്ലെങ്കിൽ ചാള മീനിൻ്റെ ഒരു ഇതുമായിട്ടാണ് വന്നത് കേട്ടോ. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ വൺ ഓഫ് മൈ ഫേവറേറ്റ് എന്നൊക്കെ പറയാൻ പറ്റും. മീനുകളിൽ ഇതിനെ വെല്ലാൻ എനിക്ക് വേറൊന്നുമില്ല. അതും എനിക്ക് പ്രത്യേകിച്ച് ഇതിങ്ങനെ ഫ്രൈ ചെയ്ത് കഴിക്കുമ്പോൾ ഉണ്ടല്ലോ, എനിക്ക് പിന്നെ വേറെ ഒന്നും ചോറിനോടെ വേണ്ട. അപ്പോൾ അമ്മ ഇത് ക്ലീൻ ചെയ്ത് തന്നു. ഫ്രൈ ചെയ്ത മൊത്തം ഞാനാണ്. കാരണം എനിക്കിത് ഫ്രൈ ചെയ്യുമ്പോൾ കുറച്ച് കുരുമുളക് ഇങ്ങനെ കൂടി നിൽക്കണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ തന്നെ ഇത് സെറ്റ് ചെയ്യാമെന്ന് പറഞ്ഞ് ഞാൻ വാങ്ങിച്ചുകൊണ്ട് വന്നതാണ്. സാധാ രീതിയിലെല്ലാ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, പിന്നെ കുറച്ച് കുരുമുളക് പൊടി ഞാൻ കുറച്ച് കൂടുതലിടും. കാരണം എനിക്കത് ഇഷ്ടമായതുകൊണ്ട്. കാരണം നമ്മളിങ്ങനെ പൊരിച്ച് കഴിക്കുന്ന ആ ടൈമിൽ കുറച്ച് കുരുമുളക് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് കടിക്കാൻ കിട്ടും. അതെനിക്കെന്തോ ഭയങ്കര ഒരു ഇഷ്ടമുള്ളൊരു കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് കൂടുതലിടും. നല്ലോണം മിക്സ് ചെയ്ത് ഒരു 10 മിനിറ്റ് ഒന്ന് മാറ്റി വയ്ക്കും. എന്നിട്ട് നമ്മൾ നേരെ നല്ല വെളിച്ചെണ്ണയിൽ പൊരിക്കായിട്ടിട്ടുണ്ട്. ഇവിടെ എന്ത് പൊരിക്കുന്നതിന് മുമ്പ് നമ്മൾ കുറച്ച് കറിവേപ്പില ആഡ് ചെയ്യും. പിന്നെ ഞാനാണ് ഇവിടെ മീനിങ്ങനെ പൊരിക്കുന്നതിലിട്ട് ഇടുന്നത്. അതുകൊണ്ട് എനിക്കിഷ്ടപ്പെട്ട ഷേപ്പിൽ ഞാനിടും. അമ്മയൊക്കെ ആണെങ്കിൽ പക്ക മറ്റേ പ്രൊഫഷണൽസൊക്കെ ഇടുന്ന പോലെ കറക്റ്റ് ഒരു ഓർഡറിലിടും. ഞാൻ അത്ര പെർഫെക്റ്റ് ഒന്നും അല്ലല്ലോ. അപ്പോൾ പിന്നെ ഞാൻ എനിക്ക് തോന്നിയ പോലെ ഇടും. കിട്ടിയാൽ പോരെ. അപ്പോൾ അതിനുശേഷം നല്ലോണം അതേപോലെ എനിക്ക് വേണ്ടൊരു കാര്യമാണ്, നല്ലോണം മുരിഞ്ഞ് വരണം കേട്ടോ. നല്ല ക്രിസ്പി ആയിട്ടിരിക്കണം. എങ്കിലാണ് അതിനൊരു പക്ക ടേസ്റ്റ് വരത്തുള്ളൂ. അപ്പോൾ കുറച്ച് നേരം ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇട്ട് മുരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് എനിക്ക് വേണ്ട പോലെ മുരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോഴത്തേക്ക് നമുക്ക് പിന്നെ ചോറ് കഴിക്കാനുള്ള ടൈമായി. ചോറിനായിരുന്നു എൻ്റെ ഫേവറേറ്റ് കോമ്പിനേഷൻസ് ആയിട്ടുള്ള രസം, ചക്ക, തലേന്നത്തെ ചൂര മീൻകറിയും, പിന്നെ നമ്മുടെ സ്വന്തം ചാള ഫ്രൈ. എൻ്റെ പൊന്നു ഗൈസ്, ഇത് ഇത്രയും കൂടെ കഴിക്കുമ്പോൾ കിട്ടുന്ന ഒരു ആനന്ദം ഉണ്ടല്ലോ, അത് വേറെ ഒന്നിനും നമുക്ക് തരാൻ പറ്റില്ല. എത്ര സ്ട്രെസ്സാണെങ്കിലും ഇതൊന്ന് കഴിക്കുമ്പോൾ നമ്മളെ സ്ട്രെസ്സൊക്കെ പോവും. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഗൈസ്. ബൈ.